എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് എപ്പിസോഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ കാണുന്ന പ്ലാനറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താ ആദ്യത്തെ പ്ലാനറ്റോട്ട് ഇതാണ് സൺ. എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് സണ്ണ്. സണ്ണിനെ ചുറ്റി ഒരു പ്ലാനറ്റ്സിനെ ഇപ്പൊ കാണിക്കുന്നില്ല, സണ്ണിനെ മാത്രം. ഈ സണ്ണില് മൊത്തം ആസിഡും ലാവയും എല്ലാം നിറഞ്ഞിരിക്കുന്ന സണ്ണാണ്. It is gonna be heat. പിന്നെ മെർക്കുറി ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ട സണ്ണ് പോലെ. സൺ ഈസ് നോട്ട് എ പ്ലാനറ്റ്, സൺ ഈസ് എ സ്റ്റാർ. സൺ ഒരു സ്റ്റാർ ആണ്. പിന്നെ ഏതാണ് നമ്മുടെ മെർക്കുറി? വീനസ്. This is Venus. എർത്ത്. എർത്തില് നമ്മുടെ ഇന്ത്യ ഇതായിരിക്കുന്നു. കേരളം എന്താ ഒരു കൊച്ചു കേരളം ഇതായിരിക്കുന്നു, ഈ പച്ച കളറിൽ കാണുന്നു. ഇത്രയല്ല, കുറച്ച് ഭാഗം കേരളം. പിന്നെ ഇവിടെ കാണുന്ന നൈറ്റ്, പുറത്ത് നമ്മുടെ മോർണിംഗ്. പിന്നെ വരുന്നത് മാർസ്. മാർസ് ഈസ് എ റെഡ് പ്ലാനറ്റ്. ശേഷം ഒരു ഡ്രാഫ്റ്റ് പ്ലാനറ്റ് ആണ്. ഗ്യാസ് ജയന്റ്. ജൂപ്പിറ്റർ, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഈസ് ജൂപ്പിറ്റർ. പിന്നെ ഒരു 45 ഡിഗ്രി ആണെന്ന് ചരിവ്. ഇതിങ്ങനെ കറങ്ങുന്ന ഞാൻ കാണിച്ചു. ഇതാണ് ഫസ്റ്റ് വ്യൂ കറങ്ങുന്നത്. ഇതാണ് സെക്കൻഡ് വ്യൂ. തേർഡ് വ്യൂ. ഫോർത്ത്. ഇതാണ് സാറ്റർൺ. ഇത് യുറാനസ് ഗൈസ്. യുറാനസ് പകുതിയും ചരിഞ്ഞിരിക്കും. യുറാനസ്. മ്യൂസിക് കേട്ടോ. നെപ്റ്റ്യൂൺ. പ്ലൂട്ടോ. എല്ലാവർക്കും അറിയാം ഇതൊരു ഡ്രാഫ്റ്റ് പ്ലാനറ്റ്. ഇതിന്റെ BGM നല്ല രസമാണ്. കൂടെ ഇത്രയും ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. എന്തിനു വേണമെങ്കിലും ബ്ലാക്ക് ഹോൾ വരെ നമ്മുടെ കയ്യിലുണ്ട്. ബ്ലാക്ക് ഹോൾ ഇങ്ങനെയാണ് അവിടെ ഇതാവുന്നത്. ബ്ലാക്ക് ഹോളിന്റെ സൗണ്ട് കൊള്ളാല്ലേ. ബ്ലാക്ക് ഹോൾ വന്ന് അവിടെ അത്രയും പൊട്ടിച്ചിട്ടിട്ടാണ്. ഞാൻ എർത്തിനെ കുറച്ച് കാര്യങ്ങൾ പറയാം. എർത്തിന്റെ ഇവിടെ മോർണിംഗ്, ഇവിടെ നൈറ്റും ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ഇവിടെ ഉള്ള ഇതൊന്നും കണ്ടിട്ട്, സിമ്പിൾസ് ഒന്നും, ഇവരെ രാജ്യത്തിന്റെ അടയാളം ഒന്നും കണ്ടിട്ട് എനിക്ക് അത് ഏത് രാജ്യമാണെന്ന് പറയാൻ പറ്റില്ല. ആകെപ്പാടെ ഈ ഇത്ര ഒരു ഭാഗം കാണുമ്പോ ഇത് ഇന്ത്യ ആണെന്ന് മനസ്സിലാവും. ഇന്ത്യ. നമ്മുടെ എർത്തിന്റെ 3 പോകും. നമുക്കതിനെ പോസ് ചെയ്യാൻ പറ്റും. പോസ് ചെയ്യാം. പിന്നെ സ്പീഡിൽ കറക്കാം. അങ്ങനെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. അപ്പൊ അത്ര നമുക്ക് ഷീൽഡ് ഒക്കെ വെച്ച് ഭൂമിയാണെങ്കിൽ സംരക്ഷിക്കാൻ പറ്റും. ഷീൽഡ് ഉണ്ടാ. ആ ഷീൽഡിന് എന്തൊക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്താലും ഷീൽഡിനൊന്നും പറ്റില്ല. കണ്ടോ? ഈ ഷീൽഡ് റെഡ് കളർ ആവുമ്പോ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അത് പൊട്ടും. ഷീൽഡ് പൊട്ടും. ഷീൽഡിന്റെ ഹെൽത്ത് നല്ല കുറവാണ്. ഇനി ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷീൽഡ് പൊട്ടും. ഷീൽഡ് പോയി.
ഷീൽഡ് ചീത്തയായി. ഭൂമിയിൽ ഇതിന്റെ തുള വീഴുന്നിട്ടുണ്ട്. ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. എന്താ പ്ലാനറ്റിനെ പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതൊരു ഡിസ്കോ ബോൾ പോലത്തൊരു സംഭവമാണ്. ഞാൻ അതിന് വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ വെച്ച് കാണിച്ചു തരാം. ഫ്ലൂട്ടോട് ഡ്രാഫ്റ്റ് പോകും. ഇതിനെ ഞാൻ 3 എണ്ണത്തിന് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച കണ്ട ഡിസ്കോ ബോൾ ലേസറാണ്. ഇങ്ങനെ 3 എണ്ണത്തിന് ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. 3 എണ്ണം പോയി കറങ്ങട്ടെ. ഇപ്പഴല്ലേ ഇതൊരു ഡിസ്കോ ആയത്. ഒരുപാട് നേരം നിന്ന് കറങ്ങാനുള്ളത്. എന്തൊരിത് ഫ്ലൂട്ടോനൊരു ബോർമീറ്റ് ഒഴിക്കാൻ പറഞ്ഞു. ഞാൻ ഒഴിച്ചു. വെള്ളത്തിൽ ഒരു കിണർ ഒഴിക്കാൻ പറഞ്ഞു. ഇതിന് വെള്ളമില്ല. ലാവാണ് ഷോർട്ട് ഗണ്ണിട്ട് വെടിവെക്കുമ്പോ നെഞ്ചിലൊക്കെ തുള വീഴുന്നില്ല. അതാണ് മൊത്തത്തില്. പ്ലാനറ്റ് തകർത്തുണ്ട്. ഞാൻ ലെവൽ 4 എത്താറായി. നീ ചിരിക്കുന്നത് നോക്കാം. കൂടെ ഇങ്ങനെ സ്പൈഡർമാൻ ആയിട്ടുണ്ട്. സ്പൈഡർമാനായി അവിടെ പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇത്ര വ്യർത്ഥന വെച്ചോണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എല്ലാവരും അടുത്ത എപ്പിസോഡിൽ വാ. ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ.